എനിക്ക് നല്ലല്ലേ ഫംഗ്ഷനൊക്കെ ഉള്ളത് അല്ലേ? അപ്പോൾ നോർമൽ പാർലറിലൊക്കെ ഫേഷ്യൽ ചെയ്യാറുണ്ടോ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രാ ഫേഷ്യലാണ്. അപ്പോൾ ഇത് പാർലർ ഫേഷ്യലിന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സിറംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ സ്കിന്നിന് ഡാമേജ് ആവാത്ത രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് സിറംസ് ചെല്ലുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ടാനൊക്കെ ഒന്ന് മാറി സ്കിന്നൊന്ന് ഫ്രഷ് ആവുകയാണ് ചെയ്യും. അപ്പോൾ ചെയ്തിട്ട് എനിക്ക് ഒരു 3 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ റിവ്യൂ തരും നോർമൽ ഫേഷ്യലിനെക്കാളും ഇതെങ്ങനെയാണ് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് എൻ്റെ റീസെൻറ്റ് വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ അപ്പ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ അഫോർഡബിൾ റേറ്റിൽ എങ്ങനെയാണ് ഗ്ലോ അപ്പ് നേടിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇങ്ങനെ കണ്ണിക്കടയൊക്കെ വാരി തേക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്പെഷ്യൽ ഡേക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതും നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഹൈഡ്രാ ഫേഷ്യൽ ആയിരുന്നു. ആദ്യം എൻ്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തു. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എക്സ്പ്ലൈറ്റ് എന്നുള്ള പ്രൊസീജിയർ ആയിരുന്നു. നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ സെറംസ് യൂസ് ചെയ്തിട്ട് പമ്പ് ഔട്ട് ചെയ്തെടുക്കുക, സക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ആയിരുന്നു ചെയ്തത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിനൊന്ന് മസാജിങ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആകും, പിന്നെ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ആകും. ഒരു കോണ്ടൂറിങ് ഒരു സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിരുന്നു. 4th 5th അതുപോലെ തന്നെ അൾട്രാ വേവ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മസാജിങ് ആണ്. നമ്മുടെ സ്കിന്നൊന്ന് കോണ്ടൂർ ചെയ്യാനും ടൈറ്റൻ അപ്പ് ചെയ്യാനും പിന്നെ ഫേസിലൊരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്രീമൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഓക്കെ ആകാനൊക്കെ വേണ്ടിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു സെറം ഇൻഫ്യൂഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിലേക്ക്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മുടെ ലൈറ്റ് തെറാപ്പിയാണ് ചെയ്തിരിക്കുന്നത്. പല ലൈറ്റ്സിന്റെ വേവ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിലുള്ള ടാനിങ് മാറാനും പിമ്പിൾസ് വരുന്നതിന്റെ ബാക്ടീരിയസ് കുറയ്ക്കാനും നമ്മുടെ ഏജിംഗ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൻ അപ്പ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ലാസ്റ്റ് പ്രൊസീജിയർ ചെയ്യുന്നത്. 2-3 പ്രൊസീജിയർ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഫേസിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ലൊരു ചേഞ്ച് ആണ് ഗൈസ് ഉണ്ടായത്. നെക്സ്റ്റ് ഡേ എൻ്റെ ഫംഗ്ഷന് നല്ലൊരു ഗ്ലോ അപ്പ് നല്ലൊരു ചേഞ്ച് എൻ്റെ ഫേസിൽ എനിക്ക് തന്നു. നല്ല അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഭയങ്കര റയർ ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴേക്കും ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു. എനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് പേട്ടയിലാണ്. മെട്രോ പില്ലർ നമ്പർ 981 ആണ്. അതായത് ഇപ്പോൾ കുറേ ഓണം ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. ബൈ.